വെറുതെ അല്ല അതിഥി പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 25,000 ചികിത്സാ സഹായം ഉണ്ട്, 2 ലക്ഷം രൂപ മരണത്തിന്റെ സഹായമുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിഷൻ സഹായമുണ്ട്. ഇതൊന്നും തൊഴിലാളിക്ക് അറിയില്ല. കേരളത്തിലെ തീരദേശത്തും കേരളത്തിൻ്റെ ആദിവാസി മേഖലകളിലും ഒക്കെ ഉള്ള ആളുകൾക്ക്, കേരളത്തിലെ നാടോടി രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്കകത്ത് എന്ത് തരത്തിലുള്ള ആക്സസ് ആണ്? ഇന്റർ സ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് 61% ആൾക്കാർക്ക് കോവിഡ് സമയത്ത് കേരള സർക്കാരിന്റെ സഹായം ലഭിച്ചവരാണ്. അവരതിൽ നന്ദി പറയുന്നവരാണ്. 83% ആൾക്കാർ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം അവരുടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തെക്കാൾ മികച്ചതാണെന്നാണ്. ആലുവ ആശുപത്രിയിൽ പോയിട്ട് കാണുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ് പറയുന്നത്. 8 തവണയോ 9 തവണയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു. എന്നിട്ട് അവർ അവസാനം ഒറീസയിൽ പോയി. കേരളത്തിന്റെ ജയിലുകളിൽ കിടക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണമോ അവരുടെ കേസോ വിചാരണ തടവുകാരാണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന കുടിയേറ്റ തൊഴിലാളികളെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് ഗവൺമെന്റ് സംവിധാനമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്? ഒരു തൊഴിലാളിക്ക് സ്വന്തമായി അയാളുടെ ഈ ഡൊമസ്റ്റിക് സാഹചര്യത്തിലെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റുക എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയാണ്. സത്യം പറയട്ടെ, എല്ലാ ക്യാമ്പുകളിലും ഓൾമോസ്റ്റ് 1-2 ക്യാമ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്യാമ്പുകളിലും 20 പേരിൽ കൂടുതൽ 25 പേരിലേക്കാണ് ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഒരു ഇൻഷുറൻസ് കവറേജ് പോലും ഇല്ലാത്ത 90% കുടിയേറ്റ തൊഴിലാളികളാണ് കേരളത്തിൽ പണിയെടുക്കുന്നത്. 2014 തൊട്ട് 2025 വരെ 175 കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടെന്നാണ്. ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഈ RTIയിൽ ആളുടെ പേരിന് പകരം മൈഗ്രന്റ് വർക്കർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖകളില്ല. 87.4% ആൾക്കാർക്ക് ഈ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാനായിട്ട് എംപ്ലോയർ സഹായിക്കുന്നില്ല എന്ന് 87% ആൾക്കാർ പറയുമ്പോൾ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എംപ്ലോയറിനെ ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല. പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം മോശം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ മാറാവുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ പ്രോഗ്രസീവായിട്ടുള്ള മൂല്യങ്ങളും സോഷ്യൽ ക്യാപിറ്റലും ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പൊളിറ്റിക്സും ഒക്കെ ഉള്ള ഈ സ്ഥലത്ത് ഈ മാറ്റം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൂ. നയ നിർവഹണം നടപ്പാക്കുന്നതിൽ ഉള്ള ഒരു അധികാര ശ്രേണിയുണ്ട്. അതിലുള്ള എല്ലാവരും ഒരുപക്ഷെ ഈ നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷാ രീതികളും എഴുത്ത് രീതികളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൗര സമൂഹത്തിനോട് എങ്ങനെ ഇടപെടണം എന്നുള്ള ആധുനിക രീതികളുമായിട്ടുള്ള അൺഫോർച്ചുനേറ്റ്ലി അത്തരം പരിചയങ്ങളൊന്നും നമുക്കൊരു ക്രിയേറ്റീവ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നൊരു ഐഡിയ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിലില്ല. അത് നമുക്ക് പല രാജ്യങ്ങളിലും പല ഇതിലും എങ്ങനെയാണ് ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മളെങ്കിലും മാനിക്കണം. അതിനകത്ത് എങ്ങനെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം, അതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള കണക്കെടുപ്പുകളും മറ്റു കാര്യങ്ങളും നമ്മളുടെ ചുമതല. അധ്യാപകർ എന്ന് പറയുന്ന ആളുകൾക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതിൽ കുട്ടികളുള്ള സോഷ്യൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്യാവുന്നതും എന്നുള്ള ചെയ്തിട്ടുണ്ട്. നവാസ് പറഞ്ഞൊരു കാര്യം, മാപ്പിങ്ങിൻ്റെ കാര്യം, ഒരു നല്ല താല്പര്യമുള്ള ഒരു വാർഡ്, ഒറ്റ വാർഡും ഞാനത് കൃത്യമായിട്ട് അത് ഞങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫ്ലാഗിങ്, മാപ്പിംഗ്, അസസ്മെന്റ്, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് വഴി ഉണ്ടാകുന്ന സമൂഹം, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, കൃഷി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളെ വെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരമുണ്ടാക്കാൻ പറ്റും. ഒരു പൈസ പോലും ഇല്ലാതെ, ഒരു പൈസ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് സർക്കാരിനോട് നമ്മൾ പറയുന്നത്, അതാണ് നമ്മൾ എഴുതി കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കണക്കില്ലെന്നല്ലേ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും. ഇങ്ങനെയൊക്കെയുള്ള, നമ്മൾ കേരളത്തെ പറ്റി നേരത്തെ സംസാരിച്ചപ്പോഴത്തേക്ക് കേരളം പലപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള വളരെയധികം പ്രോഗ്രസീവ്ലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ MLA-മാരുണ്ട്, ചില ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, ഒത്തിരി ആളുകളെ നമുക്ക് പറയാൻ പറ്റും. സ്വന്തമായിട്ട് പോസ്റ്റുകൾക്കകത്തൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ പറ്റി എഴുതുകയും ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ പോലും ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും
ജോലി എന്ന് പറയുന്നതിൻ്റെ സാമൂഹികപരമായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റിയെ പറ്റിയുള്ളൊരു സംഭവമില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നേരിട്ട് മറ്റ് വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിട്ട് ചിതറിക്കിടക്കുന്ന രീതിയിലുള്ള സമ്പ്രദായത്തിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം കോട്ടയത്തെ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആളുകൾ നമ്മളോട് പറയുന്നു അവർ നല്ല രീതി ഇപ്പോൾ 25,000-ൽ കൂടുതൽ ആളുകളെയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഈ പറയുന്ന ലിസ്റ്റിലേക്ക് അവർ ഉൾപ്പെടുത്തിയത്. വളരെ കഠിനാധ്വാനത്തിൻ്റെ ഒരു കാര്യം. എല്ലാവരും ഈ പറയുന്ന നമ്മുടെ അതിഥി പോർട്ടലിൻ്റെ പറഞ്ഞ് 25,000 പേരെ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞ് ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിരിക്കണം, 6-7 പേരെ വന്നിരിക്കണം, ഞായറാഴ്ച വന്നിരിക്കണം. ഈ അതിഥി പോർട്ടൽ എന്ന് വെച്ചാൽ നമ്മള് അതിഥി പോർട്ടലിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാലും അപ്രൂവ് ചെയ്യേണ്ടത് ഇവരാണ്. അപ്പൊ ഇവര് നമ്മുടെ ഒപ്പം ഇരിപ്പ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ അപ്രൂവ് ചെയ്ത് അപ്പൊ തന്നെ കാർഡ് കൊടുക്കാം. അപ്പൊ ഈ കാർഡ് വെറുതെ അല്ല അതിഥി പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 25,000 ചികിത്സാ സഹായം ഉണ്ട്, 2 ലക്ഷം രൂപ മരണത്തിന്റെ സഹായം ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിഷൻ സഹായം ഉണ്ട്. ഇതൊന്നും തൊഴിലാളിക്ക് അറിയില്ല. ഈ പറഞ്ഞ കേരള മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയനും അല്ലെങ്കിൽ മറ്റു 1-2 ട്രേഡ് യൂണിയൻസ് ഒക്കെയാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണത്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഒരു സെന്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ഇൻക്ലൂസീവ് ഗവർണൻസ് സംഘടനയ്ക്ക് ഗവൺമെന്റ് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു ഡിസ്ട്രിക്റ്റിലെ മൊത്തം ഇത്തരത്തിലുള്ള ഈ കഴിവുള്ള യുവാക്കളായിട്ടുള്ള ആളുകളുടെ താല്പര്യത്തിലുള്ള ആളുകളെ ഒരു 3 ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് അതിനുള്ള സഹായം മാത്രം ചെയ്താൽ മതി. ഈ റീസെന്റ് MP രാജേഷ് മന്ത്രി പറയുകയുണ്ടായി, നമ്മുടെ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സ്കൂൾ തലം തൊട്ടുള്ള കുട്ടികളെ ഇന്റേൺസ് ആയിട്ട് എടുത്തിട്ട് അവർക്കൊരു ചെറിയ ഒരു വരുമാനം കൊടുത്ത് വരുമാനം വെച്ചാൽ ഇന്റേൺഷിപ്പിന്റെ ഒരു ഓണറേറിയം കൊടുത്തിട്ട് അതാത് പ്രദേശങ്ങളിലെ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാന്നുള്ളത്. ഞങ്ങൾ ഇത്രയും തന്നെ സാർ പറയുന്നുള്ളൂ. നമ്മൾ ഇപ്പൊ കോട്ടയം ജില്ലയിലെ മുഴുവൻ കുടിയേറ്റ തൊഴിലാളികളുടെയും കണക്ക് നിങ്ങൾക്ക് എടുത്തു തരാം. കോട്ടയം ജില്ലയിലെ മുഴുവൻ LSTയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ മുഴുവൻ കണക്കെടുത്ത് തരാം. നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഒരു ഓണറേറിയം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം. ഒരു മാതൃക നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇത് ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. കാരണം അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുടെ കീഴിലാണ് ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് എല്ലാം വരുന്നത്. 2 ലേബർ ഓഫീസർമാരാണല്ലോ ലേബർ ഓഫീസിലുള്ളത്. അതിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസറിന്റെ ഒരു അസിസ്റ്റന്റ് ലേബർ ഓഫീസറിന് എടുത്താൽ പൊങ്ങാത്ത പണി അത്രയുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കേസിൽ അങ്ങനെ പെട്ടെന്ന് ആരും പരാതിയായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ഒന്നും ചെല്ലാത്തതുകൊണ്ടും പിന്നെ അതിന്റെ ഒരു പരിഗണന വെച്ച് അവർ ചെയ്യുന്നുള്ളൂ. അവർക്ക് ആ പരിമിതികളെ നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ സംഘടനകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പോലത്തെ ഇഷ്ടംപോലെ സംഘടനകളുണ്ട്, അങ്ങനെ വരുമ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം തിരുവനന്തപുരത്തെ ലയോള കോളേജുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ചേർന്ന് നമ്മുടെ ഫീൽഡ് വർക്ക് ഹരിറാം അവിടെ പോയായിരുന്നു. 2 ദിവസം മുഴുവൻ ഇരുന്ന് അതിഥി പോർട്ടലിൽ ആളെ ചേർത്തായിരുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവ് 14 ജില്ലകൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു ഏകദേശ രൂപരേഖ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെന്നാണ് അതുമായി സംബന്ധിച്ച് പറയാനുള്ളത്. ആരോഗ്യ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇതിന്റെ ഫോക്കസ് ഉണ്ടായിരുന്നത് സ്റ്റഡിയുടെ. അത് പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് തോന്നുന്നത്. അതായത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ്. കോവിഡ് കാലത്തൊക്കെ പ്രത്യേകിച്ച് നമുക്കത് അനുഭവപ്പെട്ടതാണ്. മാത്രമല്ല പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ വളരെ ശക്തമായിട്ടുള്ള സർക്കാർ തലത്തിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അതിലേക്ക് ആക്സസ് ചെയ്യാൻ ഇവർക്ക് ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മലയാളിക്ക് ഒരു ഹെൽത്ത് സെൻ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു സർവീസ് ഇവിടെയുള്ള ഒരു ബീഹാറുകാരനോ അസംകാരനോ ബംഗാളികാരനോ കിട്ടുന്നുണ്ടോ? നമ്മുടെ സ്റ്റഡിയിൽ ഏറ്റവും രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കേരളത്തിനെ ഏറ്റവും നല്ല രീതിയിലാണ് കുടിയേറ്റ തൊഴിലാളി അഡ്രസ് ചെയ്തേക്കുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ സ്റ്റഡിയിൽ പറയുന്ന കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. 61% ആൾക്കാർ ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് 61% ആൾക്കാർക്ക് കോവിഡ് സമയത്ത് കേരള സർക്കാരിന്റെ സഹായം ലഭിച്ചവരാണ്. അവരതിൽ നന്ദി പറയുന്നവരാണ്. അവർ പറയുന്ന 73% ആൾക്കാർക്ക് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നന്നായിട്ട് വികസിച്ച് നമ്മുടെ PHC പോലും ഇപ്പൊ ടോക്കൺ ഒക്കെ ഇട്ടാണ് കയറുന്നത്. അവരുടെ നാട്ടിൽ അതൊന്നും ഇല്ല. അവർ പറയുന്നു, ഇപ്പം ഞാൻ വെസ്റ്റ് ബംഗാളിലെ ഒരാൾ സംശയം അവിടെ ഇടിയാണ്, ഇടിച്ച് ആദ്യം വന്ന് കയറി അതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ ടോക്കൺ സംവിധാനം ഉണ്ട്. 83% ആൾക്കാർ പറയുന്നത്
കേരളത്തിലെ ആരോഗ്യ സംവിധാനം അവരുടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തെക്കാൾ മികച്ചതാണെന്നാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ പെർസെപ്ഷൻ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ വളരെ മെച്ചപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അതായത് ആരോഗ്യ മേഖലയുടെ സഹായം ലഭിച്ചേക്കുന്ന 70% ആൾക്കാരുണ്ട്. കേരളത്തിന്റെ ഭക്ഷണം, അവർ ജീവിക്കുന്ന അവസ്ഥ, ആരോഗ്യപരമായ പ്രശ്നങ്ങള്, ഇതിലെല്ലാം അവര് ഈ പറഞ്ഞൊരു 70% ആൾക്കാർ എപ്പോഴും സംതൃപ്തി പറയുന്നുണ്ട്. അപ്പം ഈ സംതൃപ്തിയാണ് ഞങ്ങളുടെ പഠനത്തിന്റെ ആദ്യത്തെ വർഷം ഞങ്ങളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ചേട്ടാ, ഇത്രയും സംതൃപ്തിയുള്ള ഒരു ജനങ്ങളുടെ ഇടയിലാണല്ലോ നമ്മൾ പഠനം നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ഫൈൻഡിങ് ആണ്? നമ്മളിപ്പോ സാർ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ, ആ രീതിയിലൊന്നും അല്ല. നമുക്ക് എത്രയോ സ്ഥലത്ത് റിഫ്യൂസ് ചെയ്യപ്പെട്ടു, നമ്മൾ എത്രയോ കമ്പനികൾ നമ്മൾ കയറ്റിയില്ല. പക്ഷെ ഇതെല്ലാം അവരുടെ ഒരു ചിന്തയിൽ നിന്ന് വരുന്ന സാധനമാണെങ്കിൽ യഥാർത്ഥ വസ്തുത അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലെ 70% ആൾക്കാര് അവര് താമസിക്കുന്ന റൂമിൽ സംതൃപ്തി ഉള്ളവരാന്ന് പറയുന്നു. അതില് 74% റൂമിലും നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമ്മൾ കണ്ടത് 6 അല്ലെങ്കിൽ അതിലധികം ആൾക്കാരാണ് ഒരു റൂമിൽ താമസിക്കുന്നത്. ഇതാണ് റൂമിന്റെ കണക്ക്. ഇപ്പൊ സാർ ആദ്യം പറഞ്ഞ സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഒരാൾക്ക് താമസിക്കുന്നതിന്റെ റൂമിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 74% ആൾക്കാർ അതിനകത്ത് വരുന്നുണ്ട്. 80% ആൾക്കാർ ഉപയോഗിക്കുന്ന ഷെയർഡ് ടോയ്ലറ്റ് ആണ്. ഈ ഷെയർഡ് ടോയ്ലറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒരു ഇന്റർനാഷണൽ കൺസെപ്റ്റ് ആണത്. അപ്പം യൂറിനൽ ആണെങ്കിൽ 15 പേർക്ക് വരെയും ടോയ്ലറ്റ് ആണെങ്കിൽ 6 പേർക്ക് വരെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇന്റർനാഷണൽ കൺസെപ്റ്റ് ആണ്. സത്യം പറയട്ടെ, എല്ലാ ക്യാമ്പുകളിലും ഓൾമോസ്റ്റ് 1-2 ക്യാമ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്യാമ്പുകളിലും 20 പേര് കൂടുതൽ 25 പേരിലേക്കാണ് ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വളരെ രീതിയിൽ ആരോഗ്യത്തെ അവർക്ക് ബാധിക്കുന്ന കാര്യമാണെന്ന് അവർക്ക് അവയർനെസ് കുറവാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ജോലി സമയത്ത് ടോയ്ലറ്റ് ലഭ്യമല്ല എന്ന് പറയുന്നത് 37% ആൾക്കാർ പറഞ്ഞ് ലഭ്യമല്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ 63 ആൾക്കാർ ലഭ്യമാണെന്നാണ്. അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 37% മെജോറിറ്റി 17% പറഞ്ഞ സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഈ ടോയ്ലറ്റ് ഉപയോഗം കിട്ടുന്നില്ല. മറ്റൊരു കാര്യം എന്നുള്ളത് വെന്റിലേഷൻ പ്രോപ്പർ വെന്റിലേഷൻ ആണെന്ന് ഇവര് പറയുന്നു. ആര്? കുടിയേറ്റ തൊഴിലാളി പറയുന്നു. ഞങ്ങൾ ക്യാമ്പുകളിൽ പോയി, ഈ തകര ഷീറ്റ് കൊണ്ടും എല്ലാം മറിച്ച ക്യാമ്പുകളാണ്. അവിടെ ഒന്നും വെന്റിലേഷൻ കാണുന്നില്ല. ആ റൂമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് കുക്കിങ്. താമസിക്കുന്ന ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ ഡീസൽ വെച്ച് കുക്ക് ചെയ്യുന്നവരുടെ ഒരു ആരോഗ്യാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അവർക്കറിയില്ല. അവർക്ക് അറിയില്ല എന്ന് പറയുന്ന സംഭവത്തെയാണ് ഞങ്ങള് ഡിജിറ്റൽ രീതിയിൽ അഡ്രസ് ചെയ്തത്. അതാണ് IMVATIS, ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ കുറിച്ച് സാറ് പറയും. അതായത് ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ജനകീയമായിട്ടുള്ള സിസ്റ്റം പൊതുജനാരോഗ്യ രംഗത്ത് നിൽക്കുകയും പക്ഷെ ഇവിടെയുള്ള ഈ മനുഷ്യന്മാർക്ക് അതിലേക്കുള്ളൊരു പ്രാപ്യത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഘടകമാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനെ പറ്റി നമ്മൾ സൂക്ഷിക്കുന്ന ചില പ്രതീക്ഷകളോട് കൂടിയിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ. അതിലൊന്നാണ് കേരളത്തിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും കേരളത്തിലെ തീരദേശത്തും കേരളത്തിലെ ആദിവാസി മേഖലകളിലും ഒക്കെ ഉള്ള ആളുകൾക്ക്, കേരളത്തിലെ നാടോടി രീതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്കകത്ത് എന്ത് തരത്തിലുള്ള ആക്സസ് ആണുള്ളത്? അപ്പോൾ അത് കേരളത്തിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഏതൊരു പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതേ പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ യൂറോപ്പിലെ കമ്മ്യൂണിറ്റികളെ ഈ പറയുന്ന അതിന് പറയുന്ന തെറ്റായ ഒരു പേര് റോമാസ് ആൻഡ് ജിപ്സീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മോശം വാക്കാണത്. അത് ഇൻഡിജിനസ് ആയിട്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയൊക്കെയുള്ള ആലോചനകൾ ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് ഇൻട്രൂസീവായിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി എതിർപ്പില്ല. എന്നാലും ഈ സിസ്റ്റത്തിലേക്ക് എങ്ങനെയോ എത്തിപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ, എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, ഐറ്റിനറിയൻ കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ സ്കൂളുകൾ സഞ്ചരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, കേവലം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സഹായത്തോടു കൂടി ഭേദപ്പെട്ട രീതിയിലുള്ള മെഡിക്കൽ സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കേരളത്തിൽ CMID പോലത്തെ ഒരു സംഘടന സ്ഥാപിച്ചൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ അനന്തമായൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ പറയുന്നത്. ഇതുപോലെയൊക്കെ ആലോചിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന 10,000 കണക്കിന് ആളുകളുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്രശ്നം കാണുന്നത്.
ഇപ്പോൾ ആലുവ ആശുപത്രിയിൽ പോയിട്ട് കാണുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഗർഭിണി 8 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ് പറയുന്നത്. 8 തവണയോ 9 തവണയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു. എന്നിട്ട് അവർ അവസാനം ഒറീസയിൽ പോയി. ഇത്തരം സാഹചര്യങ്ങൾ അനുഭവിക്കപ്പെടേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിന്നിട്ടല്ല ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഒരു അഭിപ്രായം പറയുന്നത്, ഇങ്ങനെയാണ് അനുഭവം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ പോയി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് വളരെ കൃത്യമായിട്ട് പറയും. ഇപ്പം ഡോക്ടർ വർഗീസ് പുന്നൂസിനെ പോലെയുള്ള ഒരാൾ പ്രിൻസിപ്പൽ, അവരൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സമയം തന്നിട്ടുണ്ട്, കേൾക്കാനും അറിയാനും ഒക്കെ ഒത്തിരി സമയം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ന പോലെ അടുത്ത ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും അത് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റം അവരുണ്ടാക്കിയിരിക്കുകയാണ്. അത് മാനുവലായിട്ടൊരു ഒരു രജിസ്റ്ററൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ, അതൊക്കെ വളരെ കൊള്ളാവുന്ന ഒരു കാര്യം. അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതെങ്ങനെയാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരാൾ അടുത്ത് വന്നു, അയാൾ സംസാരിക്കുന്നത് വ്യക്തമാകുന്നില്ല, അപ്പോൾ വിളിച്ചിട്ട് ഒരാളിനെ വിളിച്ചിട്ട് ഇയാളോട് സംസാരിക്കും, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ്റെ കാര്യമല്ല ഇനി വേണ്ടത്, കുറച്ചൊരു നമുക്കിപ്പോൾ അഡ്വാൻസ്ഡ് AI മോഡുലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഉള്ള ട്രാൻസ്ലേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നീരുണ്ടെന്ന് പറയുന്നത്, ഇപ്പം നീരുണ്ടെന്നുള്ള വാക്കിന് ഹിന്ദിയിൽ ചില സ്ഥലത്ത് സൂചന എന്നുള്ള വാക്കാണ് പറയുന്നത്. ആ വാക്ക് ചോദിച്ചാൽ മാത്രമേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പം പെയിനിൻ്റെ വിവിധ സമയം, ബോഡിയുടെ ലൊക്കേഷൻസിൻ്റെ സാധനം. അപ്പോൾ ഇത് മലയാളത്തിൽ ഈ സ്ഥലങ്ങളെ പറ്റിയുള്ള അറിവെന്ന് പറയുന്നത് മലയാള ഭാഷയിൽ അവർക്ക് പറയാൻ പറ്റിയാലും നല്ലതായിരിക്കും. ഇതും ഞങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങളെ കൂട്ടി വെച്ച് പറയുമ്പോഴത്തേക്ക് ഒരു തൊഴിലാളിക്ക് സ്വന്തമായി അയാളുടെ ഈ ഡൊമസ്റ്റിക് സാഹചര്യത്തിലെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റുക എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രായോഗിക മലയാളമാണ് ഈ ചങ്ങാതി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ ചങ്ങാതിയുടെ ബുക്കിനകത്ത് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രൊഫസർ ഒലീനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിരിക്കുന്ന മീറ്റിങ്ങുകൾക്കകത്തൊക്കെ ഇത്തരത്തിൽ ഇപ്പം ഈ 2700 ചില്ലുവാനും ആളുകളാണ് കഴിഞ്ഞ വർഷം മലയാള ഭാഷ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച്, അങ്ങനെ അത് കൂടും, ഇനിയും കൂടും. അപ്പോൾ അവർ ആ വിദ്യാർത്ഥികളെ എന്ന് വെച്ചാൽ പ്രായമായ ആളുകളാണ്, അവരെ പഠിപ്പിക്കുന്ന അതിനകത്ത് ആരോഗ്യ വിദ്യാഭ്യാസത്തെ പറ്റിയും ശുചിത്വ ശീലങ്ങളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഈ പറയുന്ന IM വാത്തിസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞു. IM വാത്തിസ് വാസ്തവത്തിൽ 2 ഘട്ടങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. അതിനകത്ത് നമ്മൾ ആരോഗ്യ സ്ഥാപനങ്ങളെ പറ്റി അറിയാമോ, ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോകാറുണ്ടോ, ഇങ്ങനെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടോ, അപ്പം നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പൊതുവിവരങ്ങളും അതുപോലെ തന്നെ അസുഖം എങ്ങനെ തടയണം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങളുടെ ഒരു റിപ്പോർട്ടിലുള്ള കാര്യം. അപ്പം നമ്മൾ ആദ്യം ആളുകളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ തന്നെ ഒരാൾ പോയിട്ട് ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ റിസൾട്ട് റെക്കോർഡ് ചെയ്യുന്നു, ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതൊരു മൊബൈൽ ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ അവിടെ കൊടുക്കുന്നത് 200 പേരിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ അത് പിന്നീട് അത് 127 പേരിലേക്ക് മാറുന്നുണ്ട്. കാരണം ഇതൊക്കെ തന്നെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൊണ്ടുകൂടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഏതാണ്ട് ഇരട്ടിയോളം ആളുകൾ, 82% ആളുകൾക്ക് ഈ പറയുന്ന പരീക്ഷണം കൊണ്ട് 3 മാസത്തിനുള്ളിൽ വ്യത്യാസമുള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ആൾ പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു, രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ അതിനുശേഷം നിരന്തരമായിട്ട് അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനൊരു നമ്പറുണ്ട്, ഇങ്ങനെ ഇന്നടത്തൊരു ഡോക്ടറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ തരത്തിലുള്ളൊരു പ്രാഥമികമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള, അയാൾക്കും ഈ പറയുന്ന ബംഗാളി അല്ലെങ്കിൽ ഒറിയ ഇങ്ങനത്തെ ഭാഷ അറിയാവുന്ന ഒരാളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വ്യത്യാസം വന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഹോസ്പിറ്റലിനെ പറ്റിയുള്ള എവിടെയാണെന്നറിയാമോ, നിങ്ങൾ അവിടെ പോകുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതിനകത്തും ഇപ്പം വളരെ ഗണ്യമായ വ്യത്യാസം, 30% യൂസ് എന്ന് പറയുന്നതിൽ നിന്ന് 79% യൂസിലേക്കാണ് അത് മാറുന്നത്. അപ്പോൾ അത് അടുത്തത് പറഞ്ഞാൽ സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനും വളരെ വലിയ വ്യത്യാസമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ 8% ആളുകൾ മാത്രമേ ഇങ്ങനെ ഇഷ്യൂ കൺസേൺ ആയിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് നോക്കിയുള്ളൂ 67% ആളുകളാണ് ഇതിന് ശേഷം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നും, ഞങ്ങൾക്ക് ഇപ്പം ആങ്സൈറ്റി, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, അസ്വസ്ഥത, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള കാറ്റഗറികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള
ഒരു സംഭവം. അത് കേവലം അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നമല്ല ഇത്. കുടിയേറ്റ തൊഴിലാളികളുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഈ പ്രോജക്റ്റ് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരള സമൂഹത്തിന്റെ ഇടയിൽ ഇവരെക്കുറിച്ച് ഒരുപാട് ധാരണകളുണ്ട്. തെറ്റാവാം ശരിയാവാം. ഇവർ അക്രമകാരികളാണ്, ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്, ഇവരെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇപ്പം കേരളത്തിൽ എത്ര ഗവൺമെന്റ് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് എന്ന് കണക്കെടുക്കണം. എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണത്തിൽ കുടിയേറ്റ തൊഴിലാളികൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകുവാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ആ ഒരു അപര്യാപ്തത ഇവിടെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ കേരളത്തിലെ അക്രമ സംഭവങ്ങളെ കുറിച്ച് പറയുന്നത്. ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന കുടിയേറ്റ തൊഴിലാളികളെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് ഗവൺമെന്റ് സംവിധാനമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്? നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അത് ശരിയാണ്. അതല്ലാതെ എന്ത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംവിധാനമാണ്? ഇപ്പം കുതിരവട്ടത്തോ അങ്ങനെയുള്ള 1-2 സ്ഥലങ്ങളല്ലാതെ ഇപ്പം ഓരോ ജില്ലകളിലും അതിനുള്ള കേന്ദ്രങ്ങളുണ്ടോ, റീഹാബിലിറ്റേഷൻ സെന്ററുകളുണ്ടോ, ഇതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നടത്തിയ ഈ പ്രോജക്റ്റിൽ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായത്, ഇതിനകത്ത് 62% ആൾക്കാരും വിവാഹിതരാണ്. ഈ വിവാഹിതരായ 62% ആൾക്കാരിലും 47.6% ആൾക്കാർക്കും പങ്കാളികളില്ല ഇവിടെ. അപ്പൊ അവരുടെ ഒരു മാനസിക പ്രശ്നം, ആ മാനസിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർക്ക് എവിടെയും പറ്റുന്നില്ല. അതായത് അവരൊരുപാട് ഓവർ തിങ്കിങ് ചിന്തിച്ചു കൂട്ടുന്നവരാണ്. 38% ആൾക്കാർ ഓവർ തിങ്കിങ്ങിൽ പെട്ടുപോയ ആൾക്കാരാണ്. 43% ആൾക്കാർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാരാണ്. 41% ആൾക്കാർക്ക് ദേഷ്യം കൂടുതലാണ്. അവർക്ക് അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടും മുതലാളിയുടെ ആ ഒരു സമീപനം കൊണ്ടും ഉണ്ടാവുന്നവരാണ്. 62% ആൾക്കാർക്ക് ഉറക്കമില്ല. അതുപോലെ തന്നെ 59% ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് അവർ എന്തിനാണ് ഇതൊക്കെ അനുഭവിച്ച് കേരളത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67% ആൾക്കാരും പറയുന്നു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളത്. ഇത് വിവാഹം കഴിച്ചവരിലാണെങ്കിൽ വിവാഹം കഴിക്കാത്ത 36% ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വേർപെട്ട് നിൽക്കുക എന്നുള്ള വരുന്ന ഒരു ഏജ് 18-27 എന്ന ഏജിൽ മാതാപിതാക്കളെ വിട്ടു നിൽക്കുമ്പോൾ മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കുള്ള മാനസിക പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്ക് ഇടപെടുവാൻ സ്ഥലങ്ങളുണ്ട്, നമുക്ക് സംസാരിക്കാൻ ഇടങ്ങളുണ്ട്, നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ട്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ കേൾക്കാൻ ആൾക്കാരുണ്ട്. ആരും കേൾക്കാനില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു പ്രതിവിധിക്ക് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ സമീപിക്കും, മരുന്ന് മേടിക്കും. എന്താണ് കുടിയേറ്റ തൊഴിലാളികൾക്കുള്ളത്? അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു മാനസിക ആരോഗ്യം നിലനിർത്തുന്ന സംവിധാനം തൊഴിലിടങ്ങളിൽ കിട്ടുന്നുണ്ടോ? അവർക്ക് വേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനം ഉണ്ടോ? അപ്പം ഇത് വളരെ അടിയന്തരപരമായിട്ട് ഗവൺമെന്റുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രശ്നമായിട്ടാണ്. ഇപ്പം ഡോക്ടർ വർഗീസ് പുന്നൂസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഇവർ ഈ നാട് വിട്ട് വരുമ്പോൾ ഇവർക്ക് ആകെ സങ്കടവും വിഷമമായതാണ്. ഇവർ ഒരുപാട് മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് വരും. 2.5 ദിവസം യാത്രയാണ്. ഇവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ലഹരിയൊക്കെ വിട്ടു പോകുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് വിഭ്രാന്തിയിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ട്രെയിനിൽ നിന്നും പ്രശ്നക്കാരനായ ആളെ വേറൊന്നുമല്ല, ഇയാള് റിയലൈസ് ചെയ്ത് വരികയാണ് താൻ അവിടെയല്ല ഇവിടെയാന്ന് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു വിഭ്രാന്തി. പിന്നെ അത് ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഏകദേശം 10-12 കേസുകൾ എങ്ങനെ ഓരോ മാസം എത്താറുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കുടിയേറ്റ തൊഴിലാളികൾക്ക് ഉണ്ട് എന്നും അവര് നമ്മളെ പോലെ ഒരു സാമൂഹിക ജീവിയാണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെന്നും അംഗീകരിക്കുക. സാറ് പറഞ്ഞ പോലെ മനുഷ്യനാണ് എന്നുള്ളൊരു ബോധം നമുക്കും അവരിൽ സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും കുറവ് വരുമെന്നാണ് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ ആളുകൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിനകത്തൊന്നും കൃത്യമായ കണക്കുകൾ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള കണക്കുകൾ നമുക്കില്ലാത്തതിൻ്റെ കാര്യം അവരിതിനകത്ത് പങ്കെടുക്കാത്തതുകൊണ്ടാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ പണിയെടുക്കുന്നത് നിയമവിധേയമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിലും ഈ കുട്ടികളായിട്ടുള്ള ആളുകൾ പണിയെടുക്കുമ്പോൾ അവർ ജില്ലാ തലത്തിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തിന് കീഴിലുള്ള ഏറ്റവും അപകടം കുറഞ്ഞ സാഹചര്യങ്ങളിൽ 6 മണിക്കൂർ മാത്രം പണിയെടുക്കുന്നു എന്നുള്ളത് നിബന്ധന ഉറപ്പാക്കിക്കൊണ്ട് വേണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നടപ്പിലാക്കാതെ അത് വലിയ
പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. സെൽഫ് ഡിക്ലെയർഡ് അല്ല. ഇതൊക്കെ വലിയ വേറൊരു രീതി വലിയ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ മാനസിക ആരോഗ്യത്തെ പറ്റി നമ്മൾ വളരെ വേറൊരു രീതിയിൽ തന്നെ ശാരീരിക മാനസിക ആരോഗ്യത്തെ വേറൊരു രീതി തന്നെ ഇതൊരു പുതിയ മേഖലയാണ്. അതുപോലെ ലഹരിയുടെ ഉപയോഗം ഒരു പ്രതിസ്ഥാനത്ത് ഇവരെ നിർത്താറുണ്ട്, എപ്പോഴും നിർത്താറുണ്ട്. അത് സത്യത്തിൽ വേറൊരു ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസാണ്. അത് ശരിക്കും പറയാം, അതൊരു വേറൊരു പ്രത്യേക സാഹചര്യം അതിനകത്തുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി, ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ ഭാരത് ഇതിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് 81% ഓഫ് ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. 105 വയസ്സുള്ള ആളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷണൽ പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് ആ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഈ പറഞ്ഞ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. അത് മാറിയിട്ട് ടെലിമെഡിസിൻ പോലുള്ള സംവിധാനങ്ങളിലേക്ക് അവർ എത്തിക്കാൻ പറ്റുന്നു. 81% ഓഫ് ആളുകൾ അങ്ങനെ. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ഒരു ചെറിയ ഗവേഷണ സംഘത്തിന്റെ 3 മാസം അല്ലെങ്കിൽ 4 മാസം വഴിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റത്തെ പറ്റി പറയുന്നത്. അത് ഈ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം, അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ മറ്റ് സമൂഹത്തിലെ മറ്റ് മലയാളികളായിട്ടുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുക, സ്വതന്ത്രമായി ഇടപെടുക, സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നതിൻ്റെ സാഹചര്യം, അങ്ങനെ ഒരു സോഷ്യൽ ഒരു ഇൻ്റഗ്രേഷൻ എന്നുള്ള വാക്കല്ല നമ്മൾ പറയുന്നത്, ഒരു സോഷ്യൽ ഒരു കോൺഫിഡൻസ് ബിൽഡിങ് അല്ലെങ്കിൽ ഹാർമണി, അങ്ങനെ ഒരു വാക്ക് അതെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 67% ആളുകൾ അതിലേക്കുള്ള ഒരു ക്ഷമത ഉണ്ടായതായിട്ട് പറയുന്നു. അല്ല അങ്ങനെ ആയെന്നല്ല, ഒരു ക്ഷമത ഉണ്ടായതായിട്ട് പറയുന്നു. അത് കേവലം 8% അതുപോലെ തന്നെ ഈ പറഞ്ഞ അത് പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോവുമോ, നിങ്ങളൊരു വേറൊരു പഞ്ചായത്ത് ഓഫീസിൽ പോവോ, ഈ ഗവേണൻസിന്റെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഏതാണ്ട് 0 എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും 60% യെസ് ഞങ്ങൾക്ക് പോകാൻ തോന്നും, ഞങ്ങൾക്ക് പോകാൻ പറ്റും, അതുപോലത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പോലീസൊക്കെ തന്നെ ഇപ്പോഴാണെങ്കിലും ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ പോലീസ് വളരെ പ്രോആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുറെ അധികം പൈസയൊക്കെ തിരിച്ചു കൊടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ അവർ വളരെ പ്രോആക്റ്റീവായിട്ട് അത് ചെയ്തൊരു കാര്യം. അത് എനിക്ക് തോന്നുന്നത് ടാസ്ക് ഈസ് ഓൾ അബൌട്ട് ഐഡന്റിഫൈയിങ് പീപ്പിൾ ഹു ആർ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അങ്ങനെയുള്ള ആളുകളുടെ ഒന്ന് ക്രോഡീകരിക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുകയും പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ സമൂഹത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടൊരു വ്യത്യാസം വരുത്തുന്ന ആ ഒരു പ്രക്രിയയിൽ ഭാഗമാകുന്നതിൻ്റെ ഒരു അഭിമാനവും അതിൻ്റെ പരിചയമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ സ്കൂൾ തലത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. നമ്മളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ് ഈ പറയുന്ന വിഷ്ണു അല്ലെങ്കിൽ അനൂജ, ആർദ്ര, അങ്ങനെ പേരെടുത്ത് പറയുന്ന രീതി തന്നെ പറയാം, അനന്തു, ഈ സ്റ്റുഡൻസ് ഒക്കെ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അവരുടെയൊക്കെ ഒരു 20 മണിക്കൂർ 50 മണിക്കൂറുള്ള ജോലി കൊണ്ട് മാത്രമാണ് നടന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഈ മൈഗ്രൻ്റ് ലേബേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വെൽഫെയർ സ്കീമുകളുണ്ടല്ലോ, അതിലേക്കുള്ള ഈ പ്രാപ്യതയും അതിനെക്കുറിച്ചുള്ള അറിവും എത്രത്തോളം ഉണ്ട്? അത് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു വിവരമായിപ്പോയി, അല്ലെങ്കിൽ ഒരു കണക്കാണ് അതിൽ നിന്ന് കിട്ടിയത്. അതായത് 86% ഇന്ത്യയിൽ ഞങ്ങൾ എടുത്തത് 1554, ഞങ്ങൾ ആകെ എടുത്ത ഡേറ്റ 4000 ആണ്. 4000 നിന്ന് നമുക്ക് റെസ്പോണ്ടന്റ് ആയിട്ട് വന്നത് 1700 പേരാണ്. 1700 നമുക്ക് ഡേറ്റ ക്ലീൻ ചെയ്തപ്പോൾ കുറെ ആൻസർ ഒക്കെ ഇല്ലാത്ത ഡേറ്റ ഒഴിവാക്കിയപ്പോൾ 1554 ഡേറ്റ നമുക്ക് കിട്ടിയത്. ഈ 1554 ഡേറ്റയിൽ 86% ആൾക്കാർക്കും ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീമിനെ കുറിച്ച് അറിയത്തില്ല. അതൊരു ഞെട്ടിക്കുന്ന വിവരമായിപ്പോയി. അത് പിന്നീട് മനസ്സിലായി എന്തുകൊണ്ടില്ല എന്നുള്ളത്. കാരണം ഈ രജിസ്ട്രേഷൻ സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത്. ഒരു ഇൻഷുറൻസ് കവറേജ് പോലും ഇല്ലാത്ത 90% കുടിയേറ്റ തൊഴിലാളികളാണ് കേരളത്തിൽ പണിയെടുക്കുന്നത്. അതായത് ഒരു തരം നഷ്ടപരിഹാരവും അവർക്ക് കിട്ടില്ല എന്നർത്ഥം അല്ലേ? അവർക്ക് ഭയങ്കര കഷ്ടം, ഭയങ്കര പ്രശ്നമുള്ള കാര്യം. പറയേണ്ടി വരും നമുക്ക്. ഇവർക്ക് അതിഥി പോർട്ടലിലോ ആവാസിലോ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ അവർക്ക് കിട്ടും മരണാനന്തരം, അല്ലെങ്കിൽ 25,000 രൂപ ചികിത്സക്ക് കിട്ടും. ഇതും പോട്ടെ, ഇവര് വെസ്റ്റ് ബംഗാളിൽ നിന്നും വരുന്ന 28% ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഭരണത്തിൽ. വെസ്റ്റ് ബംഗാളിന്റെ മൈഗ്രന്റ് വെൽഫെയർ ബോർഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ അവിടെ കിട്ടുമല്ലോ. അപ്പൊ ഒരു തരത്തിലും ചെയ്യാത്തവരാണ് ഈ പറയുന്ന 86%. ഈ പറയുന്ന 90 അല്ലെങ്കിൽ 91% ആൾക്കാർക്ക് ഒരു ഇൻഷുറൻസ് കവറേജും ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിൽ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇതില് എടുത്തു പറയേണ്ട സംവിധാനം, നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ കൃത്യമാണ്. അതായത് 3 കോടി ജനങ്ങൾക്ക് ഉള്ള ഫണ്ട് ഇവിടെയുണ്ട്. അതായത് കേരളത്തിലെ 3 കോടി ജനങ്ങൾക്കുള്ള ഫണ്ട് ഇവിടെയുണ്ട്.
30 ലക്ഷത്തോളം വരുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള ഫണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് അവരെയും കൂടെ എല്ലാ സ്കീമിലും ഉൾപ്പെടുത്താം. അപ്പം ആയുഷ്മാൻ പദ്ധതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കുറെ നിരവധി ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രാപ്യമായിട്ടുള്ള കുറെ പദ്ധതികളുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള കാർഡ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വെസ്റ്റ് ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നോ ഒറീസയിൽ നിന്നോ കേരളത്തിലേക്ക് വരുന്നതായിട്ട് രേഖകളില്ല. ഇവര് കേരളത്തിൽ തൊഴിലെടുക്കുന്നതായിട്ട് രേഖകളില്ല. ശരിക്കും രേഖകളില്ലാത്ത മനുഷ്യരായിട്ട് ഇവർ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെൽത്തില് സ്റ്റേറ്റ് ഗവൺമെന്റിന് പരിമിതി ഉണ്ട്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ അതിനുള്ള ഫണ്ട് ഇല്ല. അടുത്തൊരു ചോദ്യം അവിടെ വരുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇവര് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ പഠനത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ടാണ് സാർ ഇത് 2025 കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ നമുക്ക് തന്ന RT ആണ്. ഇതിൽ പറയുന്നത് 2014 തൊട്ട് 2025 വരെ 175 കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടെന്നാണ് ഡെത്ത്. അപ്പം ഈ കണക്ക് ഒരിക്കലും എങ്ങനെയാണ് അതിന്റെ മരണകാരണം എന്താ? ഇത് ഒക്യുപേഷണൽ ഡെത്ത് ആണ്. ഒക്യുപേഷണൽ ഡെത്ത് ആണ് ഇത്. അതാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കുന്നത്. പണിസ്ഥലങ്ങളിൽ മരിക്കണേ ആവാം, അല്ലെങ്കിൽ കൊഴിഞ്ഞു വീണ് മരിക്കണേ ആവാം. അങ്ങനെ ഒരു മരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത് 2014 തൊട്ട്. പക്ഷെ ഈ കണക്കിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഒരു ദിവസം പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 2 കുടിയേറ്റ തൊഴിലാളികളും കേരളത്തിൽ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവര് അടയാളപ്പെട്ടു പോകുന്നില്ല? അപ്പം ഒരു കുടിയേറ്റ തൊഴിലാളി രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. ഇതൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടായിരിക്കണം ഇതിനകത്ത് വന്നേക്കുന്നത്. ഇവർക്കൊക്കെ 2 ലക്ഷം രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടാവാം. ഒക്യുപേഷണൽ ഡെത്ത് ആണ് എങ്കിൽ കിട്ടിയിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ സാധാരണ മരണമാണെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതിനകത്ത് ഈ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഈ RTIയിൽ ആളുടെ പേരിന് പകരം മൈഗ്രന്റ് വർക്കർ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖകളില്ല, പക്ഷെ കണക്കുകളുണ്ട്. അതായത് അതാണ് കേരള ഈ വെൽഫെയർ മറ്റേ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. നമ്മൾ 2 രീതിയിൽ രജിസ്ട്രേഷൻ വരുന്നത്. ഒന്ന് ആവാസ്, അതിപ്പില്ല, പക്ഷെ ഒന്ന് അതിഥി പോർട്ടൽ. അതല്ലാതെ ഈ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട്. 2024 ഞങ്ങൾക്ക് കിട്ടിയ അതിൽ പേര് വേണ്ടേ അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ? അല്ല, അത് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ്. അതായത് നിങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കിൽ പെടുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തേക്കണ 86,000 പേരുണ്ടെന്നാണ് 2024 RTI ഞങ്ങൾക്ക് കിട്ടിയത്. 86,000, അതായത് 5,16,320 പ്ലസ് 86,000 കൺസ്ട്രക്ഷൻ അതർ വർക്കേഴ്സിന്റെ അവിടെ വരും. അപ്പൊ അവരിൽ മരണപ്പെട്ടേക്കാണ്. അപ്പൊ ഇത്തരം മരണങ്ങളാണ് ഞങ്ങളെ കൂടുതലായിട്ട് ഈ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചത്. ഈ പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഈ ആക്സസ് ടു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടെക്നോളജി ഇന്റർവെൻഷൻസിലൂടെ കുടിയേറ്റ തൊഴിലാളി കൊടുക്കുക എന്നുള്ളതാണ് പ്രോജക്റ്റ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ഈ ആക്സസ് ഉണ്ടാക്കേണ്ടത്? അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്സസ് എന്ന് പറയുന്നത് കേവലം ആശുപത്രി മാത്രമോ അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്ത് മാത്രമോ അല്ല. ഇവര് ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങൾ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനെ നമ്മൾ ആക്സസിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പറയുന്ന കുടിയേറ്റ തൊഴിലാളികളൊന്നും അങ്ങനെ ഒരു ആക്സസിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഇപ്പം 57% കുടിയേറ്റ തൊഴിലാളികള് 12 മണിക്കൂറിന് മുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഓവർ ടൈമിന്റെ പൈസ കിട്ടുന്നുണ്ടോ? ഇവർക്ക് ഓവർലോഡ് വർക്കാണെന്നാണ് 50% ആൾക്കാരും പറയണത്. ഓവർലോഡ് വർക്കാണെന്ന്. ഇപ്പൊ സാറ് ഉത്സാ പട്നായിക്കിന്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവരൊരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം 18 to 32 വരുന്ന ഒരു പോപ്പുലേഷനാണ് നമ്മുടെ സ്റ്റഡിയിൽ 60% മുകളിലുള്ളത്. അപ്പൊ അവര് ഒരു 50-20 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഓവർലോഡിന്റെ സംഭവത്തിൽ ഇല്ലാതായി പോകും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ട് അവസ്ഥ 87.4% ആൾക്കാർക്ക് ഈ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാനായിട്ട് എംപ്ലോയർ സഹായിക്കുന്നില്ല എന്ന് 87% ആൾക്കാർ പറയുമ്പോൾ അതിനത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ എംപ്ലോയറിനെ ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല. ഫിയർ ഓഫ് ലോസ് ഓഫ് ലേബർ ഉണ്ട്. ലോസ് ഓഫ് ലേബർ ഏറ്റവും പ്രധാനപ്പെട്ട ബാരിയർ ആയിട്ട് പറയുന്ന ലാംഗ്വേജ് ബാരിയറിന് ശേഷം പിന്നെ വരുന്നതാണ് ഈ ഫിയർ ഓഫ് ലോസ് ഓഫ് ജോബ് എന്നുള്ള സാധനം. കാരണം ലാംഗ്വേജ് ബാരിയർ, അത് സാറ് പറയും, ലാംഗ്വേജ് ബാരിയറിന്റെ ഒരു ഘടന വേറെ രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യണത്. അതുകൂടാതെ ഈ പറഞ്ഞ ഈ അവയർനെസ് ഇല്ലാത്തതും
അതുപോലെ ജോലി പോകുന്നുള്ള ബുദ്ധിമുട്ടുള്ളതൊക്കെയാണ് ഇവരെ ആരോഗ്യരംഗത്തേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള സർക്കാരിന്റെ പോളിസികളെല്ലാം നല്ലതാണ്. സത്യം പറയാം, പോളിസികളൊന്നും തെറ്റില്ലാത്ത പോളിസികളാണ്. ഇപ്പം 2019 ISMന്റെ സർവേ പ്രകാരം 53 കാറ്റഗറിയിൽ അവര് പഠനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് 2019 തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. സൗഹൃദ 2020 അതെ 2020 രവി ശ്രീവാസ്തവ എന്നും പറയുന്ന IHSന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ, അദ്ദേഹം നടത്തിയ പഠനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു കേരള ഇസ് എ നമ്പർ 1. അതാണ് എല്ലാവരും റിസർച്ച് കൂട്ടിയാണത്. അപ്പൊ ഈ 2019 20 കണക്കുകൾ വെച്ചിട്ടാണ് ഇന്ത്യ മൊത്തം കേരളത്തെ കാണുന്നത്. അതിൽ തെറ്റില്ല. കാരണം ഈ കേരളത്തിൽ പോളിസികൾ ഉണ്ട്, എല്ലാ തരത്തിലുള്ള പോളിസികളുണ്ട്. പക്ഷേ നടപ്പിലാക്കുന്നതിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കുടിയേറ്റ തൊഴിലാളികളുടെ പൂർണ്ണമായ കണക്കുകൾ, ഇൻഷുറൻസ് ഇല്ലാത്തത്, ആരോഗ്യ സംരക്ഷണം ലഭിക്കാത്തത്, അവർക്ക് വേണ്ട നിയമസഹായം ലഭിക്കാത്തതെല്ലാം പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ സ്റ്റഡിയിലൂടെ വരുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോയി താമസിച്ചിട്ടേ നമ്മൾ ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് മാത്രമേ, ഞാൻ ഈ 16 വർഷം ഡൽഹിയിൽ ജീവിച്ച ഒരാളാണ്. പക്ഷെ എൻ്റെ ജീവിത പരിചയത്തിനകത്ത് ഞാൻ തുടങ്ങുന്നതും ഞാൻ അവിടുന്ന് പോരുന്നതുമായുള്ള സമയത്തിനുള്ള ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ തൊഴിൽ രംഗത്ത് ആ ലാംഗ്വേജ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സാങ്കേതികമായ ഹിന്ദി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിശദീകരണത്തിന് എനിക്ക് പറ്റുന്ന അവസ്ഥയിലേക്ക് മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ പോയിട്ട് അവരുടെ ഉദ്യോഗസ്ഥ രീതിയിലും സ്കൂളുകളിൽ പഠിച്ചവരും ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും സ്വാഭാവികമായിട്ടുള്ള സംഭവം വരുന്നുണ്ട്. ഇപ്പം ഒരു മലയാളി എക്സ്പീരിയൻസ്, മെട്രോപൊളിറ്റൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരിക്കലും ഒരു ബംഗാളി എക്സ്പീരിയൻസോ ഈ കേരളത്തിലെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെയുള്ള താരതമ്യങ്ങളുടെ ഒരു യുക്തിരാഹിത്യത്തിലാണ് പലപ്പോഴും നമ്മൾ താരതമ്യം. ഞാൻ അങ്ങനെയല്ല, നിങ്ങളും വേറെ, ഞാനും വേറെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഉദാഹരണം, ഞാൻ തന്നെ ആദ്യമായിട്ട് ഡൽഹിയിൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് ഹിന്ദി അറിയാവുന്ന ഒരു മലയാളിയെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ എംപ്ലോയർ പറഞ്ഞു. അത് ഞാനത് കേൾക്കാത്തത് കൊണ്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നം എനിക്കറിയാം. വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അപ്പം ഇതാണ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. someone has to be there to നിങ്ങളുടെ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ പറയുന്ന മെമ്പർ, ഈ ആലുവയിലെ നമ്മുടെ മെമ്പർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞങ്ങളുടെ തന്നെ സുപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒറീസയിൽ നിന്നിട്ടുള്ള ഒരു ഫീൽഡ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു വർക്ക്. കേരളത്തിലെ ഏതാണ്ട് 50ഓളം PhD തീസീസുകൾക്ക് വേണ്ടി പണിയെടുത്ത ഒരാളാണ്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആക്സിഡന്റിന് ശേഷം അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. വളരെ ഗുരുതരമായ ഓൾമോസ്റ്റ് പാരലൈസ്ഡ് ആയിട്ട് പോലുള്ളൊരു സംഭവമാണ്. ഇപ്പം ഇവരെ പോലുള്ള ആളുകൾ നമ്മൾക്ക് തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാഷ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അപ്പുറത്തിരിക്കുന്ന ആളിനോട് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ വിഹ്വലതയുണ്ട്. ഞങ്ങൾക്ക് ബംഗാളിൽ നിന്നും 2 തൊഴിലാളികൾ, 2 പേരും ഡിഗ്രി പാസ്സായവരാണ് അവിടെ. നമ്മൾ ഈ സാക്ഷരതയെ പറ്റി ഉള്ള പലതരത്തിലുള്ള ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പല കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായ അവനവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭാഷ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾ കണ്ടത് ഈ ഒരു കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഡൽഹിയിൽ ഈ ഗവേഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഈ ഭാഷാ സമൂഹങ്ങൾക്കകത്ത് ബംഗാളി ഭാഷാ കമ്മ്യൂണിറ്റികൾക്കകത്ത് സ്ത്രീകൾക്ക് ബംഗാളി ഭാഷ അല്ലാതെ ഒന്നും അറിയത്തില്ല. അവരവിടെ താമസിക്കുന്ന 20 വർഷമായിട്ടാണെങ്കിൽ പോലും അവർക്ക് ബംഗാളി അല്ലാത്ത ഒരു അക്ഷരം അവർക്ക് അറിയത്തില്ല. അവരോട് വേറൊരു ഭാഷയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ശരിയായ യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ആലോചിക്കുന്ന ഒരു പൊതു സ്വഭാവം കേരളത്തിലുണ്ട്. തെറ്റാണത്. മലയാളം എന്ന് പറയുന്ന ഭാഷയിലേക്ക് പ്രധാനപ്പെട്ട ആരോഗ്യം, മറ്റേ ചന്തയിൽ പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ സ്ഥലവുമായിട്ട് യാത്രയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാക്കുകൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊരു ഇത് വരണം, ഒരു ഇൻട്രൊഡക്ഷൻ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഒരു മുറി മലയാളം പറയുന്ന ഒരാളിന് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്ന അതൊരു സാമൂഹ്യ അംഗീകാരമാണ്. അപ്പോൾ അയാളെ കറക്റ്റ് ചെയ്യാനും അങ്ങനെയല്ല, ഈ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത് ഒക്കെ പറയാനൊക്കെയുള്ള അതൊരു പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ പൊതുജീവിതം തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിലും വാസ്തവത്തിൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യം. നമുക്ക് പറയാൻ പറ്റണം. അതിലെല്ലാം ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള എയ്ഡുകൾ കഴിഞ്ഞ വർഷത്തെ പോലല്ല ഈ വർഷം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മാറി. അതുകൂടി ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആക്ച്വൽ ടെക്നോളജിക്കൽ സൊല്യൂഷൻസിൻ്റെ പ്രപ്പോസലിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും അത് കൊണ്ടുവരും.
കാരണം 40 ഭാഷകളിൽ ഇൻസ്റ്റന്റേനിയസ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഒരു സ്ഥലം അവൈലബിൾ ആണ്. സോ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ടു യൂസ് ദാറ്റ് ഫോർ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം നവാസ് പറഞ്ഞ ഒരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 40% ആളുകൾ കേരളത്തിൽ പണിയെടുക്കുന്നത് കൺസ്ട്രക്ഷനിലാണ്. അതായത് 35 ലക്ഷം പേരുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പറയുന്ന ഇവരിൽ നമ്മൾ 86,000 പേരെന്നാണ് നമ്മൾ പറഞ്ഞത്. വളരെ പൂർണ്ണമായിട്ടും ഇതായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിൻ്റെ ഒരുപക്ഷെ ഒരു അന്വേഷിച്ച മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ GDP ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് കൺസ്ട്രക്ഷനാണ്. 1-ാം സ്ഥാനത്തേക്ക് വന്നു. ആ 1-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ക്രോർസ് ആയിരിക്കും ബിൽഡിംഗ് യൂണിറ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. അപ്പം നമ്മുടെ ഈ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ടിൻ്റെ ഒരു സെസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം, അതാണ് മന്ത്രി നമ്മുടെ ലേബർ മിനിസ്റ്റർ അവസാനം പറഞ്ഞൊരു കാര്യമാണ്. ഈ നമ്മുടെ സംയോജിത നിയമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഇതാണ്, ഇത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ 10 ലക്ഷം രൂപ ചിലവുള്ള ഒരു സംഭവം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് 1% സെസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് പെട്ടെന്ന് 50 ലക്ഷമായിട്ട് മാറി. ഈ 50 ലക്ഷമായിട്ട് മാറിയപ്പോഴത്തേക്ക് കുടിശ്ശിക കിടക്കുന്ന ഈ പറയുന്ന ഏതാണ്ടൊരു 500 ചില്ലുവാനും കോടി രൂപ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെസ് അദാലത്തുകൾ വഴി തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഈ പൈസ എന്നൊക്കെ പറയുന്നത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും, വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റ് സ്കീമിന് വേണ്ടി ഒരു നല്ല തുക ഇതിനു വേണ്ടി വെക്കുകയും ചെയ്താൽ ഒരുപക്ഷെ കേരള സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആശങ്കകൾ പോലും, ഞാനിപ്പം വേറൊരു രീതിയിൽ സംസാരിക്കുന്നത്, അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക വാണിജ്യ വ്യവസായ രീതികളിൽ അതിനോട് പ്രതിപത്തിയുള്ള രീതിയിലുള്ള തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു സാമൂഹിക ഇടപെടലായിട്ട് അത് മാറുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര പൈസ കൊടുത്താലും നടക്കുന്നതിനേക്കാൾ കൂടുതലൊരു കാര്യം, ഈ സ്ഥലത്ത് എനിക്ക് നിന്ന് ഒരു ഭാഷയൊക്കെ പറഞ്ഞ് എൻ്റെ ഭാഷയും കൂടെയൊക്കെ എന്നോട് ടോളറൻസ് ഉള്ള രീതിയിലുള്ള സമൂഹമാണ്, അതിന് പറ്റിയ എംപ്ലോയേഴ്സ് ഉണ്ട്. ഒരു 2 വർഷത്തിനുള്ളിൽ ഈ സ്ഥിതിവിശേഷം മാറുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വാണിജ്യ വ്യവസായ അന്തരീക്ഷം കേരളത്തിലുണ്ടായാൽ അതൊരു വലിയ മാറ്റമായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. അതിന് ഈ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാഷ ഇതിന് പുറത്താണെന്ന് നമുക്ക് തോന്നും. ഇത് തൊഴിലൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല, വളരെ കൃത്യമായിട്ടും തൊഴിൽ ഒരു സാമൂഹിക വിഷയമാണ്. അപ്പം അത് അങ്ങനെ അതിനകത്ത് ഇടപെട്ടിരിക്കുന്ന എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതൊക്കെ വലിയ ആവശ്യമാണ്. അപ്പോൾ പെൻഷൻ സ്കീമുകൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാം. നോർക്കയുടെ സ്കീം കണ്ടില്ലേ? നോർക്കയുടെ ഒരു മോഡ്യൂളാണ് ഞങ്ങൾ വാസ്തവത്തിൽ അതിനുവേണ്ടി ഇത് ചെയ്യുന്നത്. ഗൾഫിലെ കുവൈറ്റ് ഗവൺമെൻറ്, UAE ഗവൺമെൻറ്, സൗദി ഗവൺമെൻറ്, ഇവർക്കെല്ലാം കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവരുടെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിനൊന്നും ഉണ്ടായിക്കൂടാ. 70% ആളുകൾക്ക് പൈസ കിട്ടുന്നത് ഡിജിറ്റൽ മണിയാണ് ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ. 5 വർഷം മുമ്പ് അതില്ലായിരുന്നു. തൊഴിലുടമയുടെ അനുവാദത്തോടു കൂടി അല്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഏറ്റവും വലിയൊരു കുഴപ്പമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സിസ്റ്റം മാറി വരുന്നു. ഇതുപോലെ ഈ വളരെ മോശമായ രീതിയിലുള്ള പാശ്ചാത്യ മനുഷ്യാവകാശ സംഘടനകൾ നിരന്തരം മോശം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ മാറാവുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ പ്രോഗ്രസീവായിട്ടുള്ള മൂല്യങ്ങളും സോഷ്യൽ ക്യാപിറ്റലും ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ അതിലുള്ള ഒരു പബ്ലിക് പൊളിറ്റിക്സും ഒക്കെ ഉള്ള ഈ സ്ഥലത്ത് ഈ മാറ്റം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുടിയേറ്റ തൊഴിലാളികൾ വന്ന അവരുടെ സ്വന്തം സംസ്ഥാനങ്ങളിൽ ഫീൽഡ് സ്റ്റഡി നടത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ കുടിയേറ്റം കൊണ്ട് അവരുടെ നാട്ടിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനായിട്ടുണ്ടോ? 2024 നമ്മുടെ ഫീൽഡ് ബംഗാളി നടക്കുന്നത്. 10 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ പണിയെടുത്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. അയാളുടെ വീട്ടിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലാണല്ലോ മാറ്റം പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഒരു 10 ഓടിട്ട വീടിന്റെ ഇടയിൽ ഒരു ചെറിയ വാർക്ക വീട് നമ്മൾ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പം അവിടെ 3 വാർക്ക വീടുണ്ട്. അപ്പൊ 3 വാർക്ക വീട്ടിലും 10 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ വന്ന് പണിയെടുത്തവർക്കുള്ളതാണ്. ഇത് തന്നെയാണ് ഗൾഫിലും സംഭവിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. കാരണം 10 വർഷത്തിൽ കൂടുതൽ ഗൾഫിൽ ജോലി ചെയ്ത ഒരാളുടെ അവസ്ഥയും ചെറുതായിട്ട് മാറും. ഇത് തന്നെയാണ് കുടിയേറ്റ തൊഴിൽ. അപ്പം ഒരു 5 വർഷമോ 7 വർഷമോ ആയവർക്കൊന്നും ഒരു വീടോ ഒന്നും സംവിധാനമില്ല. കാരണം അവരുടെ ലൈഫ് ഒന്ന് കെട്ടിപ്പടുക്കാനായിട്ട് തന്നെ വേണം വർഷങ്ങൾ, 3-4 വർഷങ്ങൾ. അപ്പം
അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഈ പറഞ്ഞ വില്ലേജുകളിലോ ഒന്നുമില്ല. ആകെ ഉള്ളത് 10 വർഷത്തിന് മുകളിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് കേരളത്തിലുള്ള ആൾക്കാർ 2 വർഷം കൂടുമ്പോൾ ലീവിന് പോകുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു കാണത്തക്ക രീതിയിലുള്ള മാറ്റം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. മറ്റ് ബംഗാളല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിരുന്നു. ആസാം പോയായിരുന്നു. അവിടുത്തെ എങ്ങനെയാണ്? ആസാം കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലമായിട്ട് എനിക്ക് തോന്നി. കാരണം ബംഗാളിനേക്കാളും കുറച്ചും കൂടി ഒരു വികസനം എനിക്ക് അവിടെ, വികസനം എന്നുള്ളത് എന്താന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുമ്പോഴും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചയിലുള്ള വികസനം ആസാമിൽ കാണാൻ പറ്റുന്നുണ്ട്. തൊഴിലാളികളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ട്. അവിടെ ഈ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സാലറി കാര്യങ്ങളിലൊക്കെ ഒരു 400-ലേക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥയുണ്ട് നിലവിൽ. കാരണം അവര് ഇപ്പൊ അങ്ങനെ ടീ പ്ലാന്റേഷനുള്ളവർ പിന്നെയും ജോലിക്ക് വരുന്നത് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ വയനാട് മേഖലയിലൊക്കെ വരുന്നുണ്ടെങ്കിലും പൊതുവെ അവർ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പ്ലൈവുഡ് മേഖല അല്ലെങ്കിൽ ഈ പറഞ്ഞ സെമി സ്കിൽഡ് മേഖലകളിലൊക്കെ പെട്ട ആൾക്കാരൊക്കെ കേരളത്തിലേക്ക് തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം കേരളത്തിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് വരുന്നത്. അവിടെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയത് അപ്പർ ആസാമിലായിരുന്നു, ടിൻസുക്കിയ എന്ന് പറയും. ഈ അപ്പർ ആസാമിൽ പോകാനുള്ള കാരണം ആദ്യത്തെ പ്ലൈവുഡ് ഫാക്ടറി അവിടെയായിരുന്നു വന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ടിൻസുക്കിയെ പോയത്. അപ്പൊ ടിൻസുക്കിയെ ചെന്നു, അവിടെ ചെന്ന് അവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടെ ഇപ്പൊ പ്ലൈവുഡ് ഫാക്ടറി ഒന്നും ഇല്ല. അവിടുത്തെ ജനങ്ങളായിട്ട് സംസാരിച്ചു. അവിടുത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ആ ഒരു ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിൽ താല്പര്യമുണ്ട്. പക്ഷെ അവിടെയും കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ ഫാമിലിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെസ്റ്റ് ബംഗാളിലെ മറ്റൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബർദുമാൻ ഡിസ്ട്രിക്റ്റിലേക്ക് പോയപ്പോൾ അവിടെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരുണ്ട്. അപ്പൊ അവരിപ്പോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അവിടെ അരി ഇപ്പൊ പുറത്തു കൊടുക്കുന്നില്ല. അവര് അരിക്ക് കേരളത്തിലേക്കാളും വലിയ വിലയാണ് ബംഗാളിൽ ഇപ്പൊ. നെല്ലിനാണെങ്കിൽ പകുതി വില പോലും ഇല്ല കൊണ്ടേ കൊടുത്താൽ. അപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കൊയ്യണ അരി അവര് വീട്ടില് സേവ് ചെയ്യും. പുറത്തൊരാൾ പോയി പണിയെടുക്കുന്നത് ആ വീട്ടിലേക്കുള്ള മറ്റ് എക്സ്പെൻസിനാണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ എക്സ്പെൻസ് ഒന്നും ആവുന്നില്ല. കൃഷി ഉണ്ട് അവിടെ അരിയുണ്ട്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ ചെലവ്, വീട്ടുകാരുടെ സംരക്ഷണം, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഇപ്പം അവർ പണം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കേരളത്തിൽ വന്ന് പോയവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് എനിക്ക് അവിടുത്തെ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഈ കുടിയേറ്റ തൊഴിലാളികളുടെ നമ്മൾ ഈ അവസ്ഥകളിൽ നിന്നും ഭിന്നമായിട്ടൊരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ ഈ തൊഴിലാളികളുടെ പൗരജീവിതം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതായത് മനുഷ്യാവകാശപരവും ഭരണഘടനാപരവുമായിട്ടുള്ള തുല്യത എന്നുള്ളത് അവകാശം തന്നെയാണ് അവർ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കുന്നതിൽ കേരളത്തിൻ്റെ പൗരസമൂഹം എത്രമാത്രം ശ്രദ്ധാലുക്കളാണ്, ജാഗ്രത പുലർത്തുന്നുണ്ട്? പല രീതിയിലുള്ള ടെൻഡൻസികളുള്ള ആളുകൾ നമുക്കുണ്ട്. അവരുടെ ഉദാഹരണത്തിന് ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഒരു റേപ്പ് ആൻഡ് മർഡർ കേസിൽ പെടുത്തിയിട്ട് അങ്ങനെ അയാൾ ജയിലിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഈ കേസിൻ്റെ അതായിട്ടുള്ള അതിൻ്റെ ഫേക്ക്നെസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ തൊഴിലാളിയെ അദ്ദേഹം ഇത് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് അവിടുത്തെ ഒരു സീനിയർ അഡ്വക്കേറ്റാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ ഈ വിഷയം നേരിട്ട് സംസാരിച്ചില്ല. ഇത് വളരെ കൃത്യമായൊരു ഡേറ്റയാണ്. കോട്ടയം ജില്ലയിലെ ഈ വെളിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ 2012 അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിത സ്ഥലത്ത് പോയിരുന്നിട്ട് അവിടെ അതിക്രമിച്ച് കയറുകയും ഇവരെ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യിക്കുകയും മദ്യം വാങ്ങിപ്പിക്കുകയും ചെയ്തതിനു ശേഷം അവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരു രീതി തുടർന്നപ്പോൾ തദ്ദേശീയരായിട്ടുള്ള 3-4 ആളുകളാണ് അതിനെ എതിർത്തുകൊണ്ട് ഒരു കാര്യമായിട്ട് മുന്നോട്ട് വന്നത്. ഒരു ലോങ് പ്രോസസ്സിൽ കൂടിയാണ് അത് ഇതിനൊരു പരിഹാരം കണ്ടത്. അന്ന് ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകൾക്കകത്ത് ഈ എന്താ പറയുന്നത് ഭീകരവാദികൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങൾ തൊഴിലാളികൾക്കെതിരെ ഒട്ടിച്ച പോസ്റ്ററുകളിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് പോലും ചിലപ്പോൾ ആ പോസ്റ്ററുകൾ അവിടെ കണ്ടേക്കാം. അപ്പം ഈ രീതിയിൽ സ്വയം ഇറങ്ങിത്തിരിക്കുകയും ആ രീതിയിൽ വളരെയധികം രീതിയിൽ ഇതിൽ ഞാൻ പറയുന്ന 1-2 പേർക്ക് ആ നാട് വിട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത്. എന്നാൽ അതേസമയം തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ
ഇപ്പം ജയിലുകളിൽ, ആശുപത്രികളിൽ ഇവരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വലിയൊരു സംഭവം നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ വരുന്ന ഒരു കാര്യത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വേറൊരു രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക, ഒട്ടും ആഴമില്ലാത്ത ഒരു സാമാന്യബോധം, ഒരു തരത്തിലും ഒരു സ്വയം വിചാരണയ്ക്ക് ഒരു തരത്തിലുള്ള അവസരവും കൊടുക്കാത്ത ഒരു പ്രശ്നം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അത് ഈ അറിവില്ലായ്മ എന്ന് നമുക്ക് പറയാം, ആ സമൂഹം എന്നുള്ള രീതിയിലുള്ള ഒരു പക്ഷെ ഞാൻ ഇതിനെ സമൂഹമായിട്ട്, സമൂഹം എന്നുള്ള വാക്കിനെ തന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. നമ്മളുടെ ഇപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളെ പറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഒരു ധാരണ ഉണ്ടാവുക, അത് വളരെ കുറവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അടുത്ത ചോദ്യം. അതായത് ഈ പൗരസമൂഹത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും ഈ മൈഗ്രൻ്റ് ലേബേഴ്സിന് എത്രമാത്രം ഞങ്ങൾ കണ്ടിരിക്കുന്നതിൽ ഇപ്പം 2 ട്രേഡ് യൂണിയനെ പറ്റി കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. അത് അഡ്വക്കേറ്റ് ബിനു ബോസിൻ്റെ കാര്യം ഞാനിവിടെ നേരത്തെ ഇത് ചെയ്തു. പിന്നെ ദേശീയ തലത്തിൽ തന്നെ AITUC ഈ ഒരു ഇൻറ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഒരു വേദി ഉണ്ടാക്കി. പല സ്ഥലങ്ങളിലും ഞങ്ങളെ വിളിച്ചു, ഞങ്ങളവിടെ പോയി. കേരളത്തിൽ തന്നെ അത് മറ്റ് സംസ്ഥാനങ്ങളിലും അതിനു വേണ്ടിയുള്ള വേദി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗ് അവരുടെ സെക്രട്ടറി അമർജിത് കൗർ പങ്കെടുത്തൊരു കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ അത് അവരുടെ ഒരു അജണ്ടയും പ്ലാറ്റ്ഫോമും ഒക്കെ ഉണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രസീവ് വർക്കേഴ്സ് യൂണിയൻ്റെ ആള് നമ്മുടെ ഒരു ദീർഘകാലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുപോലത്തെ കാര്യങ്ങൾ ഇടപെടുകയും അദ്ദേഹത്തെ അപായകരമായ രീതിയിൽ മരണം ഉറപ്പാക്കുന്ന രീതിയിലുള്ള മർദ്ദനങ്ങൾ നടത്തുകയും അനേക തവണ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ്റെ ആളാണ്. അയാളും അയാളുടെ ആളുകളും ഈ പറയുന്ന ഈ അവകാശങ്ങളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ടും ബംഗാളി ഭാഷയിലുള്ള ആളുകളെയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ആ അന്യഭാഷാ സമൂഹങ്ങളിലെ ആളുകളെ തന്നെ വിളിച്ച് നേരിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ആൾ. ഇപ്പം ഇത്തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ജോർജിനെ പോലുള്ള ആളുകൾ കേരളത്തിൽ 100 കണക്കിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തെ പറ്റി മോശം പറയാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അവരുടെയൊക്കെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ രേഖകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ലോകത്തിലെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു വലിയ റെക്കോർഡ് തന്നെയായിരിക്കും. ഈ മുഖ്യധാര ട്രേഡ് യൂണിയനുകളിലെ AITUC മാത്രമേ ഉള്ളൂ. AITUC ആണ് നമുക്ക് റെസ്പോണ്ട് ചെയ്തത്. അതിൽ ഈ പറയുന്ന BMS നമ്മളുടെ മീറ്റിങ്ങുകളിൽ വന്ന് കുറിപ്പുകൾ എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയൻസിനോടും നമ്മൾ കത്തുകൾ അയച്ച് ഇത് ചെയ്തിട്ടുണ്ട്. പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ റിട്ടേൺ റെസ്പോൺസ് ആയിട്ട് അവരതിന് തന്നിട്ടുണ്ട്. കമ്മിറ്റികളിലൊക്കെ ഈ കുടിയേറ്റ തൊഴിലാളികളടക്കമുള്ളവർ അങ്ങനെ സംവിധാനം ഉണ്ട്. അത് ആ രീതിയിലുള്ള ഒരു സംഭവം ഈ AITUCയുടെ മീറ്റിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് കുറച്ച് സംഘടനയാണ്. മറ്റു സ്ഥലങ്ങളിൽ ഇത് വളരെ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. കാരണം തൊഴിൽ ശക്തി ഇത്രയും കൂടുതലുള്ള ആളുകളുടെ എന്ത് റെപ്രസെന്റേഷനാണ് നിങ്ങൾ നടത്തുന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന് വേറൊരു രീതി കൂടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റെന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ലോക്കൽ ഇതൊന്നും, അതുപോലെ തന്നെയാണ് ലേബറിന്റെ മൊബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. വേജ് ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചില ഓരോ ക്രമങ്ങളുണ്ട്. അത് അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ആളുകളും ഉണ്ട്, ഇവിടുത്തെ ആളുകളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ കേരളത്തിന്റെ സമൂഹം എന്ന് മാത്രം പറയണമെന്നില്ല. ഇതിൽ ഇടപെട്ടിരിക്കാൻ നെറ്റ്വർക്കും ലിങ്കേജും പരിശോധിക്കുമ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഉറപ്പാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ചട്ടക്കൂടുണ്ട്. ഈ ചട്ടക്കൂട് എന്ന് പറയുന്നതിനെ പറ്റിയുള്ള അറിവുണ്ടാകുന്നത് ഇപ്പം ഞങ്ങളുടെ വളരെ അടുത്തൊരു സ്ഥലത്ത് ഈ ഒരാള് ഒരു ലേബർ, അയാൾക്ക് ഹിന്ദി ഭാഷയൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാളുടെ വീട്ടിൽ തന്നെ ഒരു ഏജൻസി പോലെ തുടങ്ങിയിട്ട് ഓരോ ആളിൽ നിന്നും 50 രൂപയോ മറ്റോ ഇതൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ സേവനത്തിന് ഇതായിട്ട് വരുന്ന ഒരു സംഭവം, ഇതൊക്കെ തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നേരത്തെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബോണ്ടേജ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഹ്യൂമൻ ഒരു ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ലോവസ്റ്റ് ലെവലിലുള്ള ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ തൊഴിലിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ നിയമവിധേയമാകുന്നതാണ് പ്രശ്നം. ഇതൊരിക്കലും നിയമം ഇപ്പം സോഷ്യലായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യേക ഒരു മൈഗ്രൻ്റ് സെല്ലിൻ്റെ ആളുകൾ ഇതുപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ വെച്ചിട്ട് 4 ഭാഷ അറിയാവുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ട, അതിന് സാധനങ്ങൾ എന്തുവാണ്, ഇത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ചൂഷണത്തിനെ നമുക്ക് ഒഴിവാക്കാമല്ലോ. കേവലം നിങ്ങൾക്ക് 5 രൂപ വാങ്ങിക്കാം. നിങ്ങൾക്കൊരു നിങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങളെയും മറ്റു കാര്യങ്ങളെയും
ഇതിനെ ഉറപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് വാങ്ങിക്കാം. അതൊരു പക്ഷേ ഇപ്പം നമുക്ക് തന്നെ അറിയാം, വളരെ ദയനീയമായൊരു കാര്യമാണ്. കാരണം ഈ പ്ലൈവുഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൈയും കാലും ഒക്കെ പോറുണ്ടല്ലോ. അപ്പം അവരൊക്കെ ആ മുറിഞ്ഞ കൈയും കാലുമായിട്ട് ഈ ലോട്ടറി വിൽക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്നത്. ഈ ഒരു ചെറിയൊരു ഇൻഷുറൻസിൻ്റെ ഒരു സംഭവം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിലേക്കുള്ളൊരു മാറ്റം നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ കേരള സമൂഹത്തിൽ വാസ്തവത്തിൽ ഒരു വളരെ ബാക്ക്വേർഡ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അവോയ്ഡിങ് കമ്മ്യൂണിറ്റിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള പ്രവണതയാണ് കൂടുതലെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പം പക്ഷേ അതേസമയം തന്നെ ഒരുപക്ഷെ നമ്മളിത് പരിഹരിക്കാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും തീരുമാനിച്ചാൽ കേവലം 1-2 വർഷങ്ങൾക്കുള്ളിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ഇത്രയും ഗവേഷണം ചെയ്ത, ഇത്രയും പരിമിതമായ ആൾബലത്തിൻ്റെയും ഇത്രയും പരിമിതമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ ഇതിൽ വർക്ക് സമയം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഗവേഷണത്തിൻ്റെ പ്രയോഗ സാധ്യത ഏറ്റവും ഗംഭീരമായിട്ട് വരുന്നൊരു നിലവാണ്. ആലുവ മർഡർ കേസിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 5 11 ആ കേസ് ഉണ്ടാവുന്നത്. അതിനുശേഷം കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾ നേരിട്ടിരിക്കുന്ന ഭീതിജനകമായിട്ടുള്ള നിരവധി അവസ്ഥകളുണ്ട്. പെരുമ്പാവൂര് തന്നെ പോലീസുകാരൊക്കെ വന്ന് അടിച്ചോടിക്കുന്ന അവസ്ഥ. പെരുമ്പാവൂരിലെ കടക്കാരൊക്കെ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന അവർ തുറന്നു പറഞ്ഞതാണ്, ഞങ്ങളുടെ കച്ചവടം ഇവരിൽ നിന്നാണ് സാറേ. പക്ഷെ ഇവര് ഇപ്പം കാരണം ബാങ്ക് രേഖ കൊടുക്കാൻ പറയുന്നു, അതിനുശേഷം ആധാർ കാർഡ്, ID കാർഡ് എല്ലാം നല്ലതാണ്, ഓക്കെ. പക്ഷെ ഇതിനൊക്കെ ഒരു സമീപനത്തിന്റെ രീതിയുണ്ട്. ഇപ്പം RTA പ്രകാരം തന്നെ നമുക്ക് കിട്ടിയത് കേരളത്തിന്റെ ക്രിമിനൽ ലോ ചട്ടപ്രകാരം അവര് ഒരു പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് കെൽട്രോൺ വഴി, ഡിജിറ്റൽ സംവിധാനം. ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കുടിയേറ്റ തൊഴിലാളികളുടെ പേര്, സ്ഥലം, ജോലി, മുൻപ് ചെയ്ത ജോലി, ക്രിമിനൽ പശ്ചാത്തലം, ബാങ്ക് അക്കൗണ്ട്, എത്ര ബാങ്ക് അക്കൗണ്ട്, എവിടെ ജോലി ചെയ്യുന്നു, ഇപ്പോൾ എത്ര വയസ്സ്, ഭാര്യ, മക്കള്, രക്തബന്ധം, റിലേറ്റീവ് എന്ന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മുഴുവൻ ഡേറ്റകളും കളക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം ഡേറ്റ ഇതുവരെ പോലീസ് കളക്ട് ചെയ്തു. ശരി, പോലീസ് കളക്ട് ചെയ്തോട്ടെ. കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഇവിടെ തൊഴിലിൽ നിർത്തണമെന്ന് നമുക്കും ബാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പൗരജീവിതം ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പറഞ്ഞ വംശീയ വിദ്വേഷം, സെനഫോബിയ ടെൻഡൻസി എന്ന് പറയുന്നത്. അത് പ്രകടമായിട്ട് തന്നെ അവിടെ കണ്ടതാണ്. ഇവിടെ ആ ഒരു വലിയ മർഡറിന്റെ സാക്ഷ്യം വഹിച്ച ഒരു സംഭവം ഉണ്ടാവുമ്പോഴത് ആവർത്തിക്കുകയാണ്. അപ്പൊ ഈ ആവർത്തനം ഒഴിവാക്കാനായിട്ട് എങ്ങനെ പറ്റും? ഇപ്പം ചോദിച്ചൊരു ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് അതായിരുന്നല്ലോ, ഇങ്ങനെ മലയാളികൾക്ക് എങ്ങനെ ഇത് മാറ്റാൻ പറ്റും? ഇപ്പൊ നമ്മൾ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ, സോഷ്യൽ ഹാർമണിയുമായി ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്, നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ വെക്കുന്നുണ്ട്. അതായത് ഒരു ജോയിന്റ് പ്രോജക്റ്റ് മൈഗ്രന്റ് കേരള സമൂഹമായി, കേരളത്തിലെ മുതലാളിമാരെ കൂടിയിട്ട് ഇപ്പം നമ്മുടെ ഈ UAE പോലെ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്നത് പോലെ ആ ഒരു ജോയിന്റ് വെഞ്ചർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റം വരുമെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നുള്ളത് ജയിലുമായി ബന്ധപ്പെട്ട് സാർ ഇവിടെ സൂചിപ്പിച്ചാറിനെ കൂട്ടിച്ചേർക്കണയാണ്. കേരളത്തിന്റെ ജയിലുകളിൽ കിടക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണമോ അവരുടെ കേസോ വിചാരണ തടവുകാരാണ് ഇതൊന്നും നമുക്കറിയത്തില്ല. 3 RTA നമ്മൾ വെച്ചു. 3 RTയിൽ 2 RTA നമ്മൾ അപ്പീലും ചെയ്തു. പക്ഷെ കേരളത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള 3 ഓർഡറുകളുണ്ട്, ഞാനിപ്പോൾ എഴുതിയെടുത്തിട്ടില്ല. ഈ 3 ഓർഡർ പ്രകാരം അത്തരം ഡേറ്റകൾ പുറത്തേക്ക് കൊടുക്കാൻ വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ് ആണെങ്കിൽ കൊടുത്താൽ മതി എന്നും പറഞ്ഞൊരു ചട്ടമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് ഉന്നയിച്ചത്. കാരണം വിചാരണ തടവുകാരായിട്ട് കിടക്കുന്നവര്, കേസിൽ ആരോപിക്കപ്പെട്ട് കിടക്കുന്നവര്, ഇവരുടെ നാട് എവിടെ, വീട് എവിടെ, ഇവരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടോ, ഇവർക്ക് ട്രയലിനുള്ള സംവിധാനം ഉണ്ടോ, നിയമസഹായം കിട്ടുന്നുണ്ടോ? നിയമസഹായം ഇപ്പൊ കൊടുക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പം സാർ ആദ്യം പറഞ്ഞു ഒരു ഹിന്ദി അല്ലെങ്കിൽ ഈ ഇപ്പം ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവിടെ സൂചിപ്പിച്ച കാര്യം ഇതാണ്, 22% ആൾക്കാർക്ക് ഹിന്ദി അറിയാമോളൂ. ഞങ്ങൾക്ക് നടത്തിയ പണത്തിൽ 22% ആൾക്കാർക്ക് ഹിന്ദി അറിയാമോളൂ, ബാക്കി 78% പുറത്ത് നിൽക്കുക. അപ്പൊ ഈ ഹിന്ദി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇയാളെ സംരക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ അയാൾക്ക് റീജിയണൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തേണ്ടേ? നമ്മുടെ ലീഗൽ എയ്ഡ് സംവിധാനത്തിൽ അതുണ്ടോ? ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, എന്നാൽ ബംഗാളി, അസാമിയോ, ഒറീസ, ഒഡിയ ഇത് ഉണ്ടോ? അപ്പൊ ഇത്തരം പ്രശ്നങ്ങളും ഈ കുടിയേറ്റ തൊഴിലാളി എന്ന് പറയുന്ന പൗരസമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പേടി കൊണ്ടാണ് പലരും ഈ പറയുന്ന എല്ലാ സ്കീമുകളും രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തി ഇതാണ് സ്കീമെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഞങ്ങള് പെരുമ്പാവൂർ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ
ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ആളുണ്ട്. അയാൾ ആസാമിൽ നിന്ന് മീൻ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനുണ്ട്, വിജയാൽ സാറുണ്ട്, ജോർജും ഉണ്ട്, പ്രോഗ്രസീവ് വർക്കേഴ്സ് യൂണിയൻ. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അയാളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അയാൾ എടുത്തോ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പേടി കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫോട്ടോ എടുക്കണേന്ന്. ഇപ്പം കാരണം ചേട്ടനോട് നമ്മൾ ചോദിക്കേണ്ട ഫോട്ടോ എടുത്ത് എന്തിനാ എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് ചോദ്യം തിരിച്ചു ചോദിക്കുമല്ലോ. ഇവർ പേടി കൊണ്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ആ ഒരു പേടി മാറണമെങ്കിൽ കേരളത്തിന്റെ സിസ്റ്റത്തിൽ ഇവരും കൂടെ ഉണ്ടെന്ന് നമ്മുടെ സിസ്റ്റം, നമ്മുടെ പൗരസമൂഹം കൂടെ ബോധ്യപ്പെടണം. ഞാനീ പറയുന്നത് കേട്ടിട്ട് ഞാനിപ്പം മൊത്തത്തിൽ മലയാളികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളൊരു ആ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ ആ സിസ്റ്റത്തിൽ ഇവരും കൂടെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പൗരസമൂഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ഇവരെ എത്തിക്കാൻ പറ്റൂ. അതായത് വിദ്വേഷ രാഷ്ട്രീയത്തിന് ഒരു വിസിബിലിറ്റി ഉള്ള ഇടമാണ് ശരിക്കും കേരളം, അല്ലേ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കുടിയേറ്റ തൊഴിലാളികളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ തൊഴിലാളി ഈ മീൻ വെക്കുന്നുണ്ട്, ബ്രഹ്മപുത്ര റിവറിലെ ഒരു പ്രത്യേക മീനാണത്. അത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നങ്കു പോലെയൊക്കെ ഇങ്ങനെ വലിയ പരന്നിട്ടുള്ളൊരു മീനാണ്. അതിങ്ങനെ ഉണക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അയാളെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റിൽ വെച്ച് പലതവണ ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് അവർ പറയുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പം കണ്ണൻ അവിടെ പോയിട്ടില്ല, അവിടെ പോകണം, ശരിക്കും പോകണം. കേരളത്തിലെ ഒരു സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും തിളയ്ക്കുന്ന ഉദാഹരണമാണത്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയിട്ട് അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില ആളുകൾ വന്നിട്ട് ഈ മീൻ മൊത്തം എടുത്തിട്ട് എറിഞ്ഞു കളയും. കേരളത്തിൽ നട്ടുച്ചയ്ക്ക് പെരുമ്പാവൂർ നടന്നൊരു സംഭവത്തെ പറ്റി അയാൾ പറഞ്ഞത് പലതവണ നടന്നതാണ്. അതിനെ പൂർണ്ണമായിട്ട് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എറിഞ്ഞു കളയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന നഷ്ടം, ആ ഷോക്ക് ഭയങ്കരമാണ്. നഷ്ടം സാമ്പത്തികമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പുകയില വിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളോട് ചോദിക്കുന്നുണ്ട് ഈ പുകയിലയുടെ ഫോട്ടോ എടുത്തോട്ടെ. ഞങ്ങൾ എന്താ പറയുന്നത് ഒരു സ്പോട്ട് എത്തനോഗ്രാഫിക് രീതിയിലുള്ള ഒരു ഗവേഷണത്തിലായിരുന്നു. അപ്പോൾ അവർ അപ്പം നമ്മൾ പറഞ്ഞാൽ അത് ഇങ്ങനെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഞങ്ങളിങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് എക്സൈസുകാർ നിൽപ്പുണ്ട്, അവർ അതിലേക്ക് കറങ്ങിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നില്ല ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഗവേഷകർ എന്നുള്ള പൂർണ്ണമായ ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസിൽ മാത്രമാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള ഭയങ്കര മോശമായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 51 തമ്മിലുള്ളൊരു കണക്ഷനാണ് ഈ ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഏത് പൗരജനത്തിനും അവരവരുടെ പൗരരായിട്ടുള്ള ആളുകളോട് ചെയ്യേണ്ട ധാർമ്മിക നീതിയുടെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനുള്ള നേരിട്ടോ അല്ലാത്തതുള്ള ശ്രമങ്ങൾ വിജ്ഞാനത്തിന് ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് സയൻറ്റിഫിക് ടെമ്പറിനുള്ളത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ വാസ്തവത്തിൽ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഈ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള റൈറ്റ് ടു ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് YB ചന്ദ്രചൂഡിൻ്റെ ഈ പറയുന്ന ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ 1986 ഒരു വിധിയാണ്. അപ്പോൾ അതിനകത്താണ് ആദ്യമായിട്ട് ഒരു തെരുവിലെ ഒരു പേയ്മെൻറ്റ് കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവിടെ ഒരു ചെറിയൊരു സാധനം അയാളുടെ കൂടെ സമ്മതം ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ അയാളെ ഒളിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഭവം വരുന്നത് ഇന്ത്യയിലുണ്ടായൊരു സംഭവമാണ്. ഞാൻ പറയുന്നത് അത്തരം വളക്കൂറുള്ളൊരു മണ്ണ് തന്നെയാണ് ഇന്ത്യ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2000-ഓടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഇതേ കോടതി സംവിധാനത്തിലുള്ള പല ജഡ്ജിമാരും ഈ പറയുന്ന ഈ ചേരി നിവാസികൾ ഉന്നതി നിവാസികളിൽ നിന്ന് പറയേണ്ടി വരും അവർ പോക്കറ്റ് അടിക്കാരാണെന്നാണ് പറയുന്നത്. അവർക്ക് വേറൊരു ഓൾട്ടർനേറ്റ് ഭൂമി കൊടുക്കുന്നത് പോക്കറ്റ് അടിക്കാർക്ക് സമ്മാനം കൊടുക്കുന്നതിന് സമമാണെന്ന് വരെ വെർബലി പറഞ്ഞിട്ടുള്ള ആളുകൾ. അപ്പോൾ അത് ഈ ഒരു കാര്യം നമ്മൾ കണക്ട് ചെയ്യണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പൊതുസ്ഥലത്ത് അത് ഡൽഹിയിലായാലും മണിപ്പൂരിലായാലും ആന്ധ്രയിലായാലും കേരളത്തിലായാലും ഒരു പൗരജനം എന്ന് പറയുന്ന ഒരാൾ അനുഭവിക്കുന്ന അയാളിലേക്ക് വരുന്ന സാമൂഹിക ആഘാതത്തിൻ്റെതായിട്ടുള്ള തീവ്രത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ഇപ്പോൾ ഇടത്തരത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഇടത്തട്ടുകാരുടെ ഒരു പ്രശ്നം അതാണ്. ഇടത്തട്ടുകാർ ഒരിക്കലും ഈ പറയുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ ഈ സാമൂഹിക പ്രായോഗിക വൈകാരിക ജീവിതത്തിനെ പറ്റി സാമ്പത്തിക ജീവിതത്തിനെ പറ്റി ഒരു സംഭവം ഇല്ലാത്ത ആളുകളാണ്. മേരി ആൻ്റണീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലത്തെ വേറൊരു പാരഡി മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു കുഴുവാണ്, അവർ പുറത്തായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ കൂടി വരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാത്രം ആ അനുഭവത്തിൽ നിന്ന് കാഴ്ചപ്പാട് രൂപീകരിക്കുന്ന ആളുകൾ
ആളുകൾക്ക് കൂടുതൽ പ്രാമാണികത ന്യൂസ് പേപ്പറിലും മറ്റു രീതിയിലും ഇതുപോലെയുള്ള സംഭാഷണങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലിവ്ഡ് റിയാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിനോട് പല രീതിയിൽ ഞങ്ങളൊക്കെ വളരെ പരിമിതമായിട്ട് വളരെ വളരെ ആഴത്തിൽ പ്രതികരിച്ചിരിക്കുന്ന ആളുകളുടെ സംശയങ്ങൾ വഴിയാണ് മാത്രമേ നമുക്ക് പഠനങ്ങൾ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഭരണഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ 2 പദ്ധതികളുമായിട്ട് ഈ ഡിജിറ്റലും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വച്ഛ ഭാരതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഒരു ലാർജർ പ്രോക്സിമിറ്റി വരുന്ന പല വിഭാഗത്തിലുള്ള സയൻസും സോഷ്യൽ സയൻസും ആയിട്ടുള്ള ആളുകൾ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യാപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പഠനമാണ്.